മലബാറിന്റെ നിലമ്പൂരിലേക്ക് ഒരു കല്യാണയാത്ര. കൂട്ടത്തിൽ കിട്ടിയ ഗ്യാപ്പിൽ ഒരു ചെറിയ കറക്കം, കനോലി പ്ലോട്ടും കോട്ടപ്പുഴയും. വൈകുന്നേരം ഒരു 3:30 യാത്ര തിരിച്ചു. ഞങ്ങള് ഒരു 10-15 പേര് ഒരു ട്രാവലറിൽ പാട്ടും അന്താക്ഷരിയും ഒക്കെ ആയി 4-5 മണിക്കൂർ അടിച്ചു പൊളിച്ചൊരു യാത്ര. പാടും രാത്രി എത്തിയപ്പോ ഏകദേശം 10 മണിയായി. കല്യാണത്തലേന്ന് പരിപാടികൾ കലാശക്കുട്ടിലേക്ക് എത്തിയാറുണ്ട്. ഒരുപാട് കാലം കൂടി കാണുന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഹെസ്ലൂസിന് സ്റ്റേജിൽ കയറാനൊരു മടി, എന്നാൽ തുള്ളാതിരിക്കാനും പറ്റണില്ല. അതുകൊണ്ട് താഴെ തന്നെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി നേരെ തേൽപ്പാറയിലുള്ള ഇവിടുത്തെ തറവാട്ടിലേക്ക് പോയി. അവിടെ ആയിരുന്നു നൈറ്റ് സ്റ്റേ. രാവിലെ എണിച്ചപ്പോഴാണ് റിയ ചേച്ചി പറഞ്ഞത് ഇവിടെ അടുത്തൊരു പുഴയുണ്ടെന്ന്, അവിടെ പോയി കുളിച്ചാലോന്ന്. TK കോളനി എന്നറിയപ്പെടുന്ന ഇവിടം നിലമ്പൂരിന്റെ ഒരു ഹിഡൻ സ്പോട്ടായിട്ടാട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. മഴക്കാലത്ത് നിറയെ വെള്ളം ഉണ്ടാകും. വെള്ളത്തിന്റെ അളവ് ക്രമാതീതമായി കൂടുമെന്നാ പറഞ്ഞു കേട്ടത്. വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. ആ ടൈമിലൊന്ന് പേടിക്കണം. ഇവിടെ അടുത്തൊരു സ്പെഷ്യൽ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആണ് റിയ ചേച്ചി. ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഇന്നലെ സ്റ്റേ. ആള് വേറെ വൈബാണ്. നല്ല വഴുക്കലുള്ള വറകളാണ് വെള്ളത്തിനടിയിൽ. നടക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണം. വെള്ളം വന്ന് കാലപ്പഴക്കത്തിൽ രൂപാന്തരപ്പെട്ട നല്ല ഉരുളൻ കല്ലുകളാണ് ഇവിടുത്തെ. അത് കാണാനും നല്ല രസമാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോണ വഴിയാണ് ഈ പള്ളി കണ്ടത്. അപ്പോഴാണ് റിയ ചേച്ചി പറഞ്ഞത് പള്ളിയുടെ ഈ ഗ്രോട്ടോ പുഴയിലെ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാന്ന്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം ലേശം വൈകി. ചെന്ന് റെഡിയായി ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് വേഗം കല്യാണം കൂടാൻ ഇറങ്ങി. വന്നാലും മറക്കരുതല്ലോ. നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മിക്സഡ് വെജ് ആൻഡ് നോൺ വെജ് സദ്യ, കൂട്ടത്തിലൊരു പായസവും. അവിടുന്ന് നേരെ കനോലി പ്ലോട്ടിലേക്ക്. നിലമ്പൂരിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടാണിത്. 1500 ഏക്കറിൽ വ്യാപിച്ചിടക്കുന്ന ഒരു തേക്കിൻതോട്ടം. 1846 മലബാർ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കനോലിയുടെയും ശ്രീ ചാത്തുമേനന്റെയും ബുദ്ധിയുദിച്ച ഈ ആശയം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിസ്റ്റമാറ്റിക് ഫോറസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി എന്നറിയപ്പെടുന്നു. ചാലിയാറിലേക്കുള്ള കുറിഞ്ഞിപ്പുഴയുടെയും പുന്നപ്പുഴയുടെയും സംഗമ സ്ഥലമാണ് ഇവിടം. ഇവിടെ പ്രധാനമായും കാണപ്പെടുന്ന പക്ഷികളുടെ ചിത്രങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. നടപ്പാതകളെല്ലാം തരക്കേറ്റില്ലാത്ത രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ കാണാൻ. 2018 പ്രളയത്തിൽ തകർന്ന ഹാങ്ങിങ് ബ്രിഡ്ജിന് പകരമായിട്ട് ഒരു പുതിയതൊരു പണിയുന്നുണ്ട്. ചാലിയാറിന്റെ മറുകരയിലേക്ക് എത്താനുള്ള ഒരു ജങ്കാർ സർവീസാണിത്. ഏകദേശം 10-50 പേര് ഉൾക്കൊള്ളും. മറുകരയിലായിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിന്റെ തൂണുകളാണ് കാണുന്നത്. ഈ ജങ്കാർ സർവീസ് കൊള്ളാട്ടോ. 2 സൈഡിലും പുള്ളിയിൽ കയറിട്ട് ഒരു കയർ കൊണ്ട് 2 പേര് വലിച്ചാൽ മതി. ട്രാക്ക് വിട്ടും പോവില്ല. 4 പിടിച്ച് വണ്ണമുള്ള തേക്കാണ് ലോകത്തെ ഏറ്റവും വലിയ തേക്ക്. ഞങ്ങളിപ്പോ അവിടെയായിട്ട് നിക്കണേ. നിലമ്പൂർ തേക്ക്. ഇങ്ങനെ പിടിക്ക്, ഇങ്ങനെ പിടിക്കുന്നു പെണ്ണെ. അത് ശരി. വെള്ളം എത്ര പേര് വന്നാലും അത്രയും പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ സ്പോട്ടാട്ടോ അത്. അമ്മാതിരി വലിയ മരമാണ് ഈ ചീനിമരം. എന്തിനാ വടിയൊക്കെ പറക്കണേ ഇവിടുന്ന്? എന്തിനാടാ വടി? വടി എന്തിനാ? ഈ വടി എന്തിനാ? ആനേനെ തല്ലാനാണ് ഈ വടി.
പേടിക്കില്ലല്ലോ. ആ അത് കൊള്ളാം. ഇത് കൊള്ളാലോ. ഒരുപാട് ഡെവലപ്മെന്റ് പദ്ധതികൾ നിലമ്പൂർ DFO പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ ടൂറിസം ഉഷാറാകും. നിലമ്പൂർ ട്രിപ്പിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. സമയക്കുറവ് മൂലം കൂടുതൽ കാണാൻ നിൽക്കാതെ തിരികെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.